ഈ പ്രതിഷേധ സംഗമത്തിൻ്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് റഹ്മാൻ ഇരിക്കൂർ, വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ളവരെ, കേരളത്തിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ മുൻപ് ഒന്നുമില്ലാത്ത വിധം സംഘപരിവാർ ആശയങ്ങൾ അഥവാ ഹിന്ദുത്വ വംശീയത അല്ലെങ്കിൽ സവർണ ഹൈന്ദവത, അതങ്ങനെ തന്നെ നമ്മൾ പറയണം. സംഘപരിവാർ ആശയങ്ങൾ അഥവാ ഹിന്ദുത്വ വംശീയത അഥവാ സവർണ ഹൈന്ദവത കൃത്യമായി പിടിമുറക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കേരളത്തിൽ അതിനെതിരെ കൃത്യമായ പ്രതിരോധം തീർത്തില്ലെങ്കിൽ, കൃത്യമായ ജാഗ്രതയോടുകൂടി കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് നമ്മളതിനെ നേരിട്ടില്ലെങ്കിൽ നമ്മളുടെ നാളുകളിൽ പിറക്കാനിരിക്കുന്ന തലമുറകൾക്ക് പോലും ഒരു സമാധാനപൂർണമായ ജീവിതമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് കേരളം നടന്ന് ചെല്ലുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം പ്രീണനം, ഇസ്ലാമോഫോബിക് നുണകൾക്കെതിരെ സർക്കാർ മൗനം വെടിയുക എന്ന തലക്കെട്ടോടുകൂടി SIOയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പരിപാടി വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. ഈ പരിപാടിക്ക് ഒരു സിനിമാ പ്രവർത്തകൻ എന്നതിനൊക്കെ ഉപരി ഞാൻ നാട്ടിൽ കൊടുങ്ങല്ലൂരിൽ ശ്രീനാരായണ ദർശനവേദി എന്ന് പറയുന്നൊരു സംഘടനയുടെ പ്രവർത്തനം കൂടിയാണ്. ശ്രീനാരായണ ദർശനവേദിയിൽ ഗുരുവിൻ്റെ ദർശനങ്ങളെ ശരിയായ രീതിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ദളിത് പിന്നോക്ക മുസ്ലിം ജനതകൾ മാത്രമുള്ള സംഘടനയാണ് ഈ പറയുന്ന ശ്രീനാരായണ ദർശനവേദി. പൊതുവെ ശ്രീനാരായണ ദർശനവേദിയിൽ സവർണ സമുദായങ്ങൾ ഉണ്ടാവാറില്ല, ആരും വന്നിട്ടില്ല. ഞാൻ ആ സംഘടനയുമായി കഴിഞ്ഞ 5 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ആളാണ്. സവർണ ഹൈന്ദവത ഈ കാലത്തും RSSന്റെ ആശയങ്ങൾ ഇടതുപക്ഷം ഭരിക്കുമ്പോഴും വലതുപക്ഷം ഭരിക്കുമ്പോഴും എങ്ങനെയാണ് ഈഴവരാതി പിന്നോക്ക സമുദായങ്ങളിൽ ഇടപെടുന്നതെന്ന് കൃത്യമായി അനലൈസ് ചെയ്ത് അതിനെതിരെ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്ന സംഘടനയാണ്. അതുകൊണ്ട് ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനോ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന്റെ കൂടി മഹാത്മാവായ നാരായണ ഗുരു ഹിന്ദുത്വ വംശീയതയെ വെല്ലുവിളിച്ചുകൊണ്ട്, സവർണ ഹൈന്ദവതയെ വെല്ലുവിളിച്ചുകൊണ്ട് ദൈവിക പ്രതിഷ്ഠ നടത്തിയ ഗുരുദേവന്റെ പേരിൽ, ഗുരുദേവന്റെ ദർശനങ്ങൾ പിൻപറ്റി പ്രവർത്തിക്കുന്ന ദർശനവേദിയുടെ പ്രവർത്തകൻ എന്ന നിലയിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ അഭിമാനമുണ്ട്. അതിന് SIയോട് ഞാൻ സന്തോഷവും നന്ദിയും പറയുകയാണ്. സത്യത്തിൽ അധ്യക്ഷ പ്രാസംഗികനും ഉദ്ഘാടകനും ഇപ്പൊ ബാബുരാജേട്ടനും ഇപ്പൊ റഫീഖ് സാഹിബ് ഉൾപ്പെടെ കൃത്യമായ ഈ പറയുന്ന സംഘപരിവാർ ആശയങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ ഇടപെടുന്നത്, മുസ്ലിം ഈഴവ പ്രാതിനിധ്യത്തിന്റെ പ്രശ്നം എങ്ങനെയാണ്, സവർണ ഹൈന്ദവ ലോബി, കൃത്യമായി പറഞ്ഞാൽ നായർ, നമ്പൂതിരി, നസ്രാണി സവർണ ക്രിസ്ത്യാനികളാണ് ഈ കേരളം ഇക്കാലം അത്രയും ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ പറയാതിരുന്നുകൂടാ. പേര് പറയാതെയാണെങ്കിലും ഈ നായർ, നമ്പൂതിരി, സവർണ ക്രിസ്ത്യാനി വിഭാഗങ്ങളാണ് കേരളത്തിന്റെ വിഭവാധികാര കേന്ദ്രങ്ങൾ, കേരളത്തിന്റെ അധികാര കേന്ദ്രങ്ങൾ, കേരളത്തിന്റെ സർക്കാർ ജോലി തൊഴിലിടങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ ഉപരിപഠന മേഖലകളെല്ലാം കീഴടക്കിയിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യവും ഇവിടെ പല രീതിയിലും പരാമർശിക്കപ്പെട്ടു ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 4 വർഷക്കാലം മുമ്പാണ് സത്യത്തിൽ സവർണ സംവരണം നടപ്പിലായത്. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും അധികം ബാധിക്കുക ഈ സവർണ സംവരണം കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിനും ഈഴവ സമുദായത്തിനുമാണ്. നേരത്തെ പറഞ്ഞു ഏകദേശം 30% മുസ്ലിം സമുദായം ഉണ്ടെങ്കിൽ ഇപ്പോൾ സെൻസസ് ഒന്നും എടുത്തിട്ടില്ല, എന്നാലും ഒരു 21-25 ഈഴവ സമുദായം ഉണ്ടാവും. ഈ സമുദായങ്ങളെ ക്രൂരമായി, ഈ സമുദായങ്ങളുടെ ഭാവി തലമുറയെ, ഈ സമുദായത്തിലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ, കുട്ടികളെ, യുവജനങ്ങളെ ബാധിക്കുന്ന ഈ സവർണ സംവരണം ഉണ്ടായിട്ട് 4 വർഷക്കാലം കഴിഞ്ഞു. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ സമുദായ സ്നേഹി എന്ന് അവകാശപ്പെട്ട് സഹോദരനയ്യപ്പനും ഡോക്ടർ പൽപ്പുവും പോലുള്ള മഹാരഥന്മാർ നേതൃത്വം കൊടുത്ത സവർണ ഹൈന്ദവതയ്ക്കെതിരെ കൃത്യമായ നിലപാടുകൾ എടുത്ത ഒരു കാലത്ത് ഹിന്ദുത്വ വംശീയതയ്ക്കെതിരെ കൃത്യമായ രാഷ്ട്രീയം മുൻനിർത്തി പ്രവർത്തിച്ചിരുന്ന ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ അമരത്തിരുന്നുകൊണ്ട് ഹിന്ദുത്വ വംശീയതയ്ക്ക്, സവർണ ഹൈന്ദവതയ്ക്ക് ഓശാന പാടുന്ന, കുഴലൂതുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിന്റെ വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായ അംഗങ്ങളുടെ അപമാനമാണ്, നാണക്കേടാണെന്ന് പറയാൻ ഈ സമുദായത്തിൽ ജനിച്ചുപോയ ഒരു വ്യക്തി എന്ന നിലയിൽ ഉറപ്പോടെ പറയാൻ സാധിക്കും. സത്യത്തിൽ ഈഴവ സമുദായാംഗങ്ങൾക്കിടയിൽ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കേണ്ടത് ആർക്കാണ്, ആരുടെ ആവശ്യമാണ് എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. എന്തിനാണ് എപ്പോഴും ഹിന്ദുത്വ വംശീയതയ്ക്ക്, സവർണ ഹൈന്ദവതയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു ടൂൾ കൂടിയാണ് ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധത. ഞങ്ങളൊക്കെ ഇപ്പൊ പറയും കേരളത്തിലെ RSSന് അല്ലെങ്കിൽ സംഘപരിവാറിന് ഒരുപാട് പര്യായങ്ങളുണ്ട്. ഇപ്പൊ അതില് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ആ പര്യായത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം RSS അജണ്ട കേരളത്തിൽ നടപ്പിലാക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. രാജ്യത്ത് RSSന് മുമ്പ് BJPക്കും ഈ രാജ്യത്ത് ആദ്യമായി സവർണ സംവരണം നടപ്പിലാക്കിയത് കേരളത്തിലെ
കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്. അപ്പോൾ കേരളത്തിൽ നിലവിൽ ഹിന്ദുത്വ ഐഡിയോളജിയുമായി സമരസപ്പെട്ടു കൊണ്ടുപോകുന്ന പ്രസ്ഥാനങ്ങളായി CPI-യും CPM-ഉം മാറുമ്പോൾ അവർ ആർക്കു വേണ്ടിയാണ് ഭരിക്കുന്നത് നമ്മൾ ആലോചിക്കണം. അവർ കേരളത്തിലെ ബ്രാഹ്മണ്യത്തിന് ചുക്കാൻ പിടിക്കുന്ന NSS-ന് വേണ്ടിയാണ് ഭരിക്കുന്നത്. നമുക്കറിയാം, ഈ രാജ്യത്ത് ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് 7 ലക്ഷം രൂപ പള്ളി പണിതെടുത്ത് ക്ഷേത്രം പണിയാൻ സംഭാവന കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ NSS എന്ന് പറയുന്ന നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന മാത്രമാണ്. ജാതി സെൻസസിനെ എതിർ നിൽക്കുന്ന സംഘടന ഏതാണ്? NSS ആണ്. സവർണ സംവരണത്തിന് വേണ്ടി ചുക്കാൻ പിടിച്ച് ജാതി സംവരണം നിർത്തലാക്കണം എന്ന് പറയുന്നത് ആരാണ്? കേരളത്തിലെ ഈഴവരുടെയും ദളിതരുടെയും മുസ്ലിങ്ങളുടെയും ഭാവി തലമുറകളെ ഇല്ലാതാക്കണമെന്ന് പറയുന്നത് ആരാണ്? NSS ആണ്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ മനസ്സിലാക്കേണ്ടത് NSS-ന്റെ നേതാവ് സുകുമാരൻ നായർക്ക് ക്ഷൗരം ചെയ്യേണ്ട പണിയല്ല വെള്ളാപ്പള്ളി നടേശൻ എടുക്കേണ്ടത്. മറിച്ച് ഈ രാജ്യത്തെ പിന്നോക്കക്കാരന്, ഈ കേരളത്തിലെ ഈഴവന്, കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് ഒപ്പം നിൽക്കേണ്ട പണിയാണ് വെള്ളാപ്പള്ളി എടുക്കേണ്ടത്. നമുക്കറിയാം, 4 വർഷക്കാലം മുമ്പ് സവർണ സംവരണം നടപ്പിലാക്കി. ഇത്രകാലം NSS-ഓ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ തിരുത്താൻ NSS അതിന്റെ പ്രചാരകരായിരുന്നു. എന്നാൽ ഇപ്പോൾ ജാതി സെൻസസിന്റെ വിഷയം വന്നപ്പോൾ നമുക്കറിയാം, സംവരണമേ വേണ്ട എന്ന നിലപാടിലേക്കാണ് NSS എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ കൃത്യമായ സവർണ ഹൈന്ദവ അജണ്ടകൾ ഇടതുപക്ഷ സർക്കാരിനെയും വലതുപക്ഷ സർക്കാരിനെയും ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ബ്രാഹ്മണ്യ സവർണബോധമുള്ള സംഘടനകൾ നടപ്പിലാക്കുമ്പോൾ കേവലം NSS-ന് വേണ്ടി പണിയെടുക്കുന്ന ഒരാളായി വെള്ളാപ്പള്ളി നടേശൻ അധപ്പതിച്ചു പോകുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും അപമാനകരമായ ഒരു യാഥാർത്ഥ്യം. വെള്ളാപ്പള്ളി നടേശൻ മറന്നു മനസ്സിലാക്കണം, ഈ പറയുന്ന സവർണ സംവരണം മൂലം അനീതി അനുഭവിക്കേണ്ട, ക്രൂരത അനുഭവിക്കേണ്ട കുട്ടികൾക്ക് വേണ്ടി, പിഞ്ചു തലമുറയ്ക്ക് വേണ്ടി പാർലമെന്റിൽ ആ നിയമം വന്നപ്പോൾ സംഘപരിവാറിനെതിരെ ഒപ്പിടാൻ ഈ രാജ്യത്തെ മുസ്ലിം സമുദായവും മുസ്ലിം സമുദായത്തിന്റെ MP-മാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന യാഥാർത്ഥ്യം വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർ മറക്കരുത് എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ പലപ്പോഴും ഈ സവർണ ഹൈന്ദവത വളരെ സൂത്രത്തിൽ ഇടപെടുക, നേരത്തെ പറഞ്ഞല്ല, ഒരു ടൂളായി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പലപ്പോഴും ഇസ്ലാം വിരുദ്ധ പ്രവർത്തിച്ചുകൊണ്ട്. അപ്പൊ ഇതിന്റെ നേട്ടം ആർക്കാണ്? നേരെ സൂചിപ്പിച്ചു, ഇസ്ലാം വിരുദ്ധ പ്രവർത്തിപ്പിച്ച് ഹിന്ദുത്വ വംശീയതയുടെ പതാകവാഹകരായി SNDP ഒക്കെ പോയി കഴിഞ്ഞാൽ, SNDP നിലവിലുള്ള നേതൃത്വമൊക്കെ പോയി കഴിഞ്ഞാൽ, ഈഴവർ ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ കേരളത്തിൽ ആർക്കാണ് നേട്ടം? മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് യാതൊരു നേട്ടവുമില്ല. ഈഴവ സമുദായങ്ങൾക്ക് നേട്ടമില്ല, കോട്ടമുണ്ട്. കാരണം ഈ പറയുന്ന കേരളത്തിന്റെ വിഭവാധിക കേന്ദ്രങ്ങൾ, കേരളത്തിലെ ദേവസ്വം ബോർഡ് അമ്പലങ്ങൾ ഉൾപ്പെടെയുള്ള അധികാരയിടങ്ങൾ ഹിന്ദുവിന്റെ പേരിൽ ഒരു സവർണ വിഭാഗം മാത്രം കവർന്നെടുക്കുന്നത് ഈഴവ സമുദായം അംഗങ്ങൾ ഉൾപ്പെടെ, പിന്നോക്ക ദളിത് സമുദായങ്ങൾ ഉൾപ്പെടെ തിരിച്ചറിയാതെ അവർ ഹിന്ദുത്വവൽക്കരിച്ചുള്ള ഗുണമുണ്ടാവുക സവർണ സമുദായങ്ങൾക്ക് മാത്രമാണ്. സവർണ സംവരണത്തിന്റെ അനീതികൾ തിരിച്ചറിയാതിരിക്കുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാൻ, ജാതി സെൻസസ് വേണ്ട എന്ന് പറയുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാൻ വെള്ളാപ്പള്ളി നടേശന്മാരെ പോലുള്ള ആളുകളുടെ പ്രസ്താവനകൾ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോ പറയും, ഇത് പറയാതെ പോകാൻ പറ്റില്ല, ഇടതുപക്ഷത്തിന്റെ മൗനം വഴിയാണ്. ബാബുരാജേട്ടൻ പറഞ്ഞു, ഇടതുപക്ഷം ഒരു അർദ്ധസമ്മതം കൊടുക്കുന്ന പോലെയാണ്. ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് തിരുത്താൻ നമുക്ക് സാധിക്കുക? കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഇസ്ലാമോഫോബിയ പടർത്തുന്ന വർത്തമാനങ്ങൾക്ക് പരോക്ഷമായി മൗനാനുവാദം കൊടുത്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സവർണ സംവരണത്തിനെതിരെ മുസ്ലിം ലീഗ് കൃത്യമായി നിലപാടെടുത്തപ്പോൾ അവർ പറഞ്ഞു, സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ നോക്കിയാണെന്ന്. ഇത്തവണ ഇടതുപക്ഷ മന്ത്രിസഭയിൽ 10ഓളം മന്ത്രിമാർ നായർ സമുദായത്തിൽ നിന്ന് മാത്രം വന്നിട്ട് ഇവിടെ യാതൊരു സാമുദായിക പ്രശ്നവുമില്ല. എന്നാൽ UDF മന്ത്രിസഭയിൽ അഞ്ചാമതൊരു മുസ്ലിം മന്ത്രി വരാൻ പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ സമുദായത്തിന്റെ പ്രാതിനിധ്യത്തിനനുസരിച്ച് കൃത്യമായ 5ാം മന്ത്രിക്ക് അർഹതയുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷവും CPM-ഉം CPI-യും BJP-യും എല്ലാം പറഞ്ഞത് ഒരേ വർത്തമാനമാണ്, ഇവിടെ സാമുദായിക പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന്. അങ്ങനെ കൃത്യമായ പച്ചവോട് വിവാദം, അങ്ങനെ എത്രയോ വിവാദങ്ങൾ, മിത്ത് വിവാദം ഉണ്ടായപ്പോൾ ഷംസീറിനൊപ്പം നിന്ന് ധാരാളം, ഷംസീറിനെതിരെ ഇവിടെ NSS നാമജപ ഘോഷയാത്ര നടത്തി, ആ കേസുകളൊക്കെ പിൻവലിച്ചു. ഇവിടെ CAA വിരുദ്ധ കേസുകൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് യാഥാർത്ഥ്യം നമുക്കറിയാം. അതുകൊണ്ട് ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലുമെല്ലാം SNDP-യിലുമെല്ലാം ഈ ഹിന്ദുത്വ വംശീയത അപകടകരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈ കേരളത്തിന്റെ മതേതരത്വ മുഖമുള്ള മതേതരത്വ മനുഷ്യരോട്
വെല്ലുവിളി നിർന്ന സമീപനവുമായിട്ടാണ് മുസ്ലിം പ്രീണനമെന്ന കുറെ നാളുകളായിട്ടുള്ള പച്ചക്കള്ളം മുൻനിർത്തി വന്നിരിക്കുന്നത്. ശ്രീനാരായണ ധർമ്മപരി SNDP എന്നാൽ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമാണ്, അല്ലാതെ ഹിന്ദുത്വ ധർമ്മപരിപാലന യോഗമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ മുറുകെ പിടിച്ച് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന വാചകം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ ഈഴവ സമുദായാംഗങ്ങൾ വെള്ളാപ്പള്ളി നടേശനെ തിരുത്തുമെന്നും ഈ രാജ്യത്തെ പോരാട്ടങ്ങൾക്ക് മുസ്ലിം സമുദായങ്ങളോടൊപ്പം ചേർന്ന് ഈ പറയുന്ന സവർണ ഹിന്ദുവതയ്ക്കെതിരെ കരുത്തുറ്റുള്ള പോരാട്ടങ്ങൾ വരുംകാലങ്ങളിൽ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.